എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള വെള്ളിയുടെ ഒരു പാദസരമാണ്. അപ്പോൾ വെള്ളി ആഭരണങ്ങൾ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് പേസ്റ്റ് വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു പാദസരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാദസരം പേസ്റ്റ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ബ്രഷിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ പാദസരത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ബ്രഷ് ചെയ്യുന്ന പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ആ വെള്ളിയുടെ കറുത്ത കളറൊക്കെ പോയി നല്ല തിളങ്ങുന്ന കളറ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ വെള്ളിപ്പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളിയുടെ സ്പൂണോ കപ്പോ ഗ്ലാസ്സോ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റൽ സ്ക്രബൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇനി ഇത് ഞാൻ നന്നായിട്ട് പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പൈപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ഒരു മങ്ങിയ കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ കഴുകാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്കൊക്കെ ആണെങ്കിൽ കുറച്ച് നാളുടെ ഉപയോഗം കൊണ്ട് തന്നെ സിങ്കിൻ്റെ കളറൊക്കെ കുറച്ച് മങ്ങും. അപ്പോൾ നമുക്ക് പേസ്റ്റ് ഇതുപോലെ ഒരു സിങ്കൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷിലേക്ക് തേച്ച് കൊടുത്ത ശേഷം ആ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്കിനൊക്കെ ഒരു ഷൈനിങ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പേസ്റ്റ് വെച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിക്കളയുക. അപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കൂടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സിങ്കിൻ്റെ കളറുകളൊക്കെ മങ്ങിയതൊക്കെ മാറി നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന സിങ്ക് നമുക്ക് കിട്ടും. ഇനി ഇതുപോലുള്ള സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡ് നന്നായിട്ട് കറ പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡാണ്. ഈ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതുമ്പോൾ നിറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നത്. ഈ അഴുക്കൊക്കെ കളയാനായിട്ട് നമുക്ക് പേസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു തുണി എടുക്കുക. ആ തുണിയിലേക്ക് കുറച്ച് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും എടുക്കരുത്, കുറച്ച് പേസ്റ്റ് ആ തുണിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ, സ്വിച്ചിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ചെയ്യുക. കാരണം നമ്മളിതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വിച്ചൊക്കെ ഓണാവും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ പവർ പ്ലഗൊക്കെ ആണെങ്കിൽ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നന്നായിട്ട് ധൈര്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും. പിന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള കറകളൊക്കെ ആണെങ്കിൽ ടൂത്ത് പേസ്റ്റ് വെച്ച് പോകുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലെ നെയിൽ പോളിഷൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ചും സ്വിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കറയായിരുന്നു. എന്നാലും ഞാൻ ടൂത്ത് പേസ്റ്റ് വെച്ച് തേച്ച് കഴിഞ്ഞപ്പോൾ ഇതിലെ കറകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ആകെ അഴുക്ക് പിടിച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ആ അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ മീനൊക്കെ വാങ്ങിച്ച് കഴുകിക്കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിലും സിങ്കിലും ഒക്കെ ആ മീനിൻ്റെ മണമൊക്കെ നിൽക്കാറുണ്ട്. മീൻ മാത്രമല്ല, എന്ത് നോൺ വെജ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ കൈക്കൊക്കെ സ്മെല്ലുണ്ടാവാറുണ്ട്. അതുപോലെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നാക്കുകയാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് നമ്മുടെ കയ്യിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് പേസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് നന്നായി തേച്ച് തിരുമ്മി പിടിപ്പിച്ച ശേഷം ആ പേസ്റ്റ് വെച്ച് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ആ കയ്യിലെ സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് നമ്മുടെ കൈക്ക് കിട്ടും. ആ മീനാണ് നന്നാക്കിയതെങ്കിൽ ആ മീനിൻ്റെ നാറ്റമൊന്നും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിങ്ക് പോലെ പേസ്റ്റ് വെച്ച് നമ്മൾ മീനൊക്കെ നന്നാക്കിയ ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ആ സിങ്കിലുള്ള സ്മെല്ലും പോയി കിട്ടുന്നതാണ്. നമ്മുടെ ബാത്റൂമിലെ അതുപോലെ തന്നെ കിച്ചണിലെയൊക്കെ ടാപ്പുകളിൽ ചിലപ്പോൾ ഇങ്ങനെ കറകൾ പോലെ പറ്റി പിടിക്കാറുണ്ട്. സോപ്പിൻ്റെ കറയൊക്കെ നമ്മുടെ ടാപ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്ത ശേഷം ആ പേസ്റ്റ് വെച്ച് ഈ ടാപ്പ് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അതിൽ ആ സോപ്പിൻ്റെ കറ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പുവെള്ളമൊക്കെ ഉള്ള ഏരിയ ആണെങ്കിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കറകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാർഡ് വാട്ടർ സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ കറകളൊക്കെ പോയി ടാപ്പൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതായിട്ട് ഇതുപോലൊരു
ടവലിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറിലുള്ള റബ്ബർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ആ റബ്ബറുള്ള ഭാഗത്ത് ജസ്റ്റ് ആ തുണി ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ തുണി വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ പോയി നന്നായിട്ട് ക്ലീനായി വരും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ റബ്ബറിൽ അഴുക്കുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചായക്കപ്പിലെ കറകളൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സെറാമിക്കിൻ്റെ പാത്രങ്ങളിൽ, ചായക്കപ്പ് മാത്രമല്ല സെറാമിക് കൊണ്ടുള്ള എല്ലാ പാത്രങ്ങളിലെയും കറകളൊക്കെ പോകാനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്ത് തേച്ച ശേഷം ആ കപ്പോ അല്ലെങ്കിൽ എന്തോ പാത്രം എന്ന് വെച്ചാൽ ആ പാത്രം ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകുക ആ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള കറകളൊക്കെ പോയി അത് നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കപ്പിൻ്റെ പിടിയുള്ള ഭാഗത്തൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ കറകളൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ കപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിലുണ്ടായിരുന്ന കറകളൊക്കെ പോയി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചായക്കപ്പിൽ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങളിലേക്ക് കറ കളയാനായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ വണ്ടികളിൽ, കാറിൽ, ബൈക്കിലൊക്കെ ചെറുതായിട്ട് കല്ലൊക്കെ കൊണ്ടിട്ടുള്ള പോറലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കല്ലൊക്കെ കൊണ്ടുണ്ടാകുന്ന പാടുകൾ കളയാനായിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ആ പാടുകളുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തേക്കുക. അങ്ങനെ തേക്കുന്നത് വഴിയായിട്ട് ചെറിയ പാടുകൾ, ഒത്തിരി വലുതല്ല, കുഞ്ഞു പാടുകളൊക്കെ ആണെങ്കിൽ അത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.